നമോ നമ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ഒരു ഏകാവസ്ഥ അനന്താവസ്ഥയിലേക്ക് അങ്ങ് മാറിയിട്ട് പിരിഞ്ഞ്, എങ്ങനെ പിരിഞ്ഞു? അനന്തമായിട്ട് പിരിഞ്ഞിട്ട് അതിൽ ഒരെണ്ണം മറ്റുള്ളതിനെ ഒക്കെ അനുഭവിക്കുന്നതായിട്ട് അങ്ങ് വരികയാണ്. ഒരു എണ്ണം, അതിലൊരെണ്ണം, അനന്ത യൂണിറ്റുകളിൽ ഒരെണ്ണം മറ്റ് അനന്ത യൂണിറ്റുകളെല്ലാം അനുഭവിക്കുന്നു. ആ യൂണിറ്റുകൾക്കുള്ള പ്രത്യേകത എന്താണ്? ഈ പിരിഞ്ഞതൊന്നും ഇങ്ങനെ അനങ്ങാതിരിക്കുന്നില്ല, ഒരു സ്ട്രക്ചറല്ല എന്നർത്ഥം. അതിങ്ങനെ അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തമ്മിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, കൂട്ടിയിടിക്കുകയും പോകുകയും ചേരുകയും പിന്നെയും പിളരുകയും വളരുകയും യോജിക്കുകയും ഒക്കെ ഇങ്ങനെ പല 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 പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അനന്തകോടി യൂണിറ്റുകൾ ചുറ്റുമായിട്ട് നിൽക്കുന്നതായിട്ട്, അതിൽ ഓരോ യൂണിറ്റുകളും മനസ്സിലാക്കുന്നു. ഇതാണ് ഭയങ്കര കൺഫ്യൂഷനായിട്ട് വരുന്നത് നമുക്ക്. അപ്പോൾ പക്ഷേ ഒരു വ്യക്തിയെ ഉള്ളൂ എന്നും പറയുന്നു. അവിടെയാണ് മനസ്സിലാകാതെ വരുന്നത്. വാസ്തവത്തിൽ ഒന്ന് എന്നുള്ളൊരവസ്ഥ, അത് പാരമാർത്ഥികം എന്ന് പറയും. അതിനെ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. എത്ര കണ്ട് നമുക്ക് മനസ്സിലാകുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്താ കാര്യം? കാണുന്നത് ഒന്ന് എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുന്നത്, ഇന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് കയറുന്നത് ഒരു കാര്യമാണെങ്കിൽ, ഇന്ദ്രിയ ഗോചരത്വം ഒരുവിധമാണെങ്കിൽ, അതിനെ മനസ്സിലേക്ക് എത്തിക്കുന്നത് വേറെ ചില ഘടകങ്ങൾ കൂടി അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടാണ്. അല്ലാണ്ട് ഇന്ദ്രിയങ്ങളിൽ കൂടി അകത്തേക്ക് കയറുന്നതെല്ലാം മനസ്സിലേക്കെത്തും, ബുദ്ധിയിലേക്കെത്തും, അഹങ്കാരത്തിലേക്ക് എത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഗവൺമെന്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് പോലെയാണ്. നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും താഴെയുള്ളൊരു ഓഫീസിലാണെങ്കിൽ അവിടുന്ന് പല ഓഫീസുകൾ കടന്നു വേണം ഇത് അറിയേണ്ടിടത്തെത്താൻ. അറിയേണ്ടിടത്തുനിന്ന് അവർ കൂടിയാലോചന നടത്തിയിട്ടാണ് അതിൻ്റെ പ്രതിവിധിയൊക്കെ തീരുമാനിച്ച് അത് ഇങ്ങനെ പല ഓഫീസുകളിൽ കൂടി വന്നിട്ട് വീണ്ടും നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളിൽ കൂടി തന്നെ ആണ് അത് പുറത്തേക്ക് വരുന്നത്. അപ്പോഴാണ് നമുക്ക് കൊടുത്തതിൻ്റെ റിസൾട്ട്, അപ്പം നമ്മൾ കൊടുത്തത് എന്താണെന്നും റിസൾട്ട് എന്താണെന്നും അപ്പോൾ മാത്രമേ അറിയുള്ളൂ. എന്താണ് ഇതിനകത്ത് സംഭവിച്ച മാറ്റങ്ങളൊന്നും നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അറിയാൻ പറ്റില്ല എന്നർത്ഥം. അതുകൊണ്ട് അതിന് സംഭവിക്കുന്ന മാറ്റങ്ങളെപ്പറ്റി നമുക്ക് 1,00,000 രൂപയുടെ ഒരു അപേക്ഷ കൊടുത്ത് നമുക്ക് കിട്ടിയപ്പോൾ 25,000 രൂപ കിട്ടി, അല്ലെങ്കിൽ 50,000 രൂപ കിട്ടി, അല്ലെങ്കിൽ ആ പൈസ കിട്ടിയില്ല. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ നമ്മളുടെ ഭരണത്തിൽ നടക്കുന്നത് പോലെയാണ്. ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന നിയമങ്ങൾ അത് തന്നെയാണ് എല്ലായിടത്തും പാലിക്കുന്നത്. പക്ഷെ നമുക്കത് മനസ്സിലാകില്ല. എന്തൊക്കെ ഘടകങ്ങളെ, മാനദണ്ഡങ്ങളെ ഒക്കെ ഉപയോഗിച്ചാണ് ഇതിനകത്ത് മാറ്റം വരുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാകാത്തതിൻ്റെ കാരണം അത് നമുക്ക് ഡയറക്റ്റായിട്ട് ആ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് അതിനോട് അക്സസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് കാണുന്നു, ഒരു കാര്യം ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണുന്നു എന്നതിൻ്റെ ഇടയ്ക്ക് വളരെ 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 പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭൂ മാ വേ സംഗോസ്തു അകർമ്മണി എന്ന് പറയാൻ കാര്യം.
നിനക്ക് കർമ്മത്തിൽ മാത്രമാണ് അധികാരമുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർമ്മത്തിൽ മാത്രമാണ് അധികാരം. മാ ഫലേഷു, ഫലങ്ങളിൽ അധികാരമില്ല. എപ്പോ? ഏതെങ്കിലും ഒരു കർമ്മത്തിലാണോ? അല്ല, കഥാചന. എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ. ഏത് കർമ്മത്തിലാണെങ്കിലും ഒരാൾക്ക് അധികാരമുള്ളത് ചെയ്യാനുള്ള കർമ്മത്തിൽ മാത്രമല്ല, ചെയ്യുന്ന കർമ്മത്തിൽ അധികാരം. ഈ അധികാരം ഏറ്റവും വളരെയധികം തെറ്റിദ്ധരിച്ച് പ്രചരിപ്പിക്കപ്പെട്ട ഒരു ശ്ലോകമാണ് കേട്ടോ ഇത്. ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണം എന്നൊക്കെയാണ് കൃഷ്ണൻ ഉപദേശിച്ചതെന്നാണ് എല്ലായിടത്തും എല്ലാവരും പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യാൻ പ്രപഞ്ചത്തിൽ മനുഷ്യനെന്നല്ല, ഒരു ജീവിക്കെന്നല്ല, ജീവനില്ലാത്തതിനും എന്ന് നമ്മൾ വിവക്ഷിച്ചു വച്ചിരിക്കുന്ന ഒന്നിനും ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യാൻ പറ്റുകയില്ല. എന്താണ് ഫലം? അവരിച്ഛിക്കുന്ന ഫലം ആ തൽക്കാല ആ അവസ്ഥയിലുള്ള അനുഭവത്തിൽ നിന്ന് മാറ്റം ഉണ്ടാകണം എന്നാണ് ഇച്ഛിക്കുന്നത്. അതുകൊണ്ടാണ് മാറ്റം വരുന്നത്. ഇച്ഛിക്കാതെ മാറ്റം വരികയില്ല. ഫലം എന്താണ്? ഒരു മാറ്റം ഇച്ഛിക്കുകയാണ്. ആ മാറ്റം ഇച്ഛിക്കുന്നത് കൊണ്ടാണ് മാറുന്നത്. കടലാസിന്റെ അടുക്കിലേക്ക് തീ കൊണ്ടുവന്നാൽ പോലും അതൊരു മാറ്റം ഇച്ഛിക്കുന്നത് കൊണ്ടാണ് അത് കത്തുന്നത്. എന്നുവെച്ചാൽ അവിടുന്ന് കടലാസിന് സ്വന്തമായിട്ട് മാറാനൊരു കർമ്മേന്ദ്രിയം അവിടെ പ്രവർത്തിക്കാത്തത് കൊണ്ട് അതിന് കത്താനേ പറ്റുള്ളൂ. ഏതായാലും നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം വരാൻ ഇച്ഛിക്കുന്നത് കൊണ്ടാണ് മാറുന്നത്. അപ്പം അതിനകത്തുള്ള ആ ആറ്റങ്ങളിൽ വ്യത്യാസം വരും. അപ്പോൾ മോളിക്യൂൾസിൽ വ്യത്യാസം വരും. മനസ്സിലുണ്ടോ? അങ്ങനെയാണ് അതിൻ്റെ ഘടനയിൽ വ്യത്യാസം വരുന്നതാണ് നമ്മൾ പ്രവർത്തനമായിട്ട് കാണുന്നത്. കത്തുക എന്നുള്ള പ്രവർത്തനമായിട്ട് കാണുന്നത്. അപ്പോൾ തീ കൊണ്ട് ചെല്ലുമ്പോൾ തീയാണെന്നും, വെള്ളം അടുക്ക ചെല്ലുമ്പോൾ വെള്ളമായിട്ട് സ്പർശിക്കുമ്പോൾ അത് വെള്ളമാണെന്നും തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴാണ് കത്തേണ്ടത്, എപ്പോഴാണ് നനയേണ്ടത് എന്നൊന്നും കടലാസിന് അറിയാൻ പറ്റാതെ പോകും. ഇപ്പം കടലാസിന് ബോധമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാകുകയില്ല. കടലാസ് ജീവനില്ലാത്തതാണ്, അതിന് ബോധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ബോധവും ഇല്ലെങ്കിൽ വെള്ളത്തിൽ സ്പർശിക്കുമ്പോൾ അത് നനയുകയില്ല, തീയിൽ കൊണ്ടിട്ടാൽ അത് കത്തുകയുമില്ല. അത് ബോധമുള്ളത് കൊണ്ടാണ് ഇത് തീയാണെന്നും, അപ്പോൾ അതിൻ്റെ തീയിൽ നിന്ന് അതിന് ഈ തീയുമായിട്ടുള്ള സ്പർശമുണ്ടാകുമ്പോൾ അത് അസഹനീയമായിട്ടുള്ളൊരവസ്ഥയിൽ അതിൻ്റെ ഭാവമാറ്റം വരുത്താൻ, അതിൻ്റെ തദവസരത്തിൽ ഉള്ള ആ സ്ട്രക്ചറിന് മാറ്റം വരുത്താനായിട്ട്, എന്ന് വെച്ചാൽ മാറ്റം വരുത്തിയാൽ ഈ ഫ്രസ്ട്രേഷനിൽ നിന്ന്, ഈ പെയിനിൽ നിന്ന് വ്യത്യാസം വരും എന്നുള്ള വിചാരിച്ചാണ് അതിൻ്റെ ഘടകങ്ങൾ. ഏറ്റവും ചെറിയ ഘടകങ്ങളിൽ ആദ്യം വ്യത്യാസം, അത് കഴിഞ്ഞ് ആ ചെറിയ വ്യത്യാസങ്ങൾ ഒരാഗ്രഹമായിട്ട് മാറി അത് അതിൻ്റെ കോമ്പിനേഷൻ യൂണിറ്റുകളിലേക്കൊക്കെ വ്യാപിച്ച് പ്രവർത്തനം അങ്ങ് മാറുമ്പോഴാണ് നമ്മൾ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള കത്തുന്നു എന്നുള്ളത് കാണുന്നത്, അല്ലെങ്കിൽ നനയുന്നു എന്നുള്ളത് കാണുന്നത്. ഇതൊന്നും വിവേചിച്ചറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തി പറയും അതിന് ബോധവും ഇല്ല, അതിനൊന്നും കണ്ടാൽ മനസ്സിലാകില്ല എന്ന്. നമുക്ക് കൈ തൊട്ടപ്പള്ളിയിൽ അതിൻ്റെ കൈ മാറ്റാനുള്ള കർമ്മേന്ദ്രിയങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ഇവിടെ ഈ പ്രവർത്തനത്തിന് സാധിക്കുന്നത് വേറൊരു വിധത്തിലുള്ള. അതുകൊണ്ട് നമ്മുടെ കൈ കത്താൻ മാത്രം വെച്ചു കൊടുക്കുന്നില്ല. നമ്മളുടെ ആ ജ്ഞാനേന്ദ്രിയമായിട്ടുള്ള അറിവ്, ചൂട് എന്നുള്ളത് അതിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസം അനുസരിച്ച് അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമ്പോൾ ഇതധികമായാൽ നമ്മളുടെ കൈ നശിച്ചു പോകുമെന്ന് കണ്ട് ആ ജ്ഞാനേന്ദ്രിയത്തിലൂടെ അറിയുമ്പോൾ നമ്മൾക്ക് എന്തു പറ്റും? ഈ നമ്മൾക്കാണ് ഇവിടെ പറ്റുന്നത്, എനിക്കല്ല. നമ്മൾ എന്ന് പറഞ്ഞ കൂട്ടായ്മയ്ക്കാണ്. അതിൻ്റെ അകത്ത് ചെറിയ എന്താണ് സബാറ്റോമിക് പാർട്ടിക്കിൾ വരെയുള്ള ഭാഗങ്ങളിൽ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് വരികയാണ്. അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രവർത്തനം. അപ്പം ഈ അറിവൊക്കെ ഇങ്ങോട്ട് വന്ന് അപ്പോൾ കർമ്മേന്ദ്രിയങ്ങളായിട്ടുള്ള
പ്രവർത്തിക്കേണ്ടതിലേക്ക് നമ്മൾ ആ ഇച്ഛയെ അറിയിക്കുന്നു. അപ്പോൾ ഇച്ഛ നമുക്ക് എന്താണ്, ഇത് കത്തിപ്പോയാൽ നമ്മളുടെ കയ്യിൻ്റെ ഉപയോഗം തീരും എന്ന് അതിൻ്റെ ആ മുതലാളി അറിയുന്നു. അതുകൊണ്ട് അവിടുന്ന് ഓർഡർ ഇച്ഛ ഉടനെ ഇച്ഛ പ്രവർത്തിച്ച് ഓർഡറായിട്ട് മാറി. അതങ്ങോട്ട് കർമ്മേന്ദ്രിയത്തിനോട് ഓർഡർ ചെയ്യുമ്പോഴാണ് കർമ്മേന്ദ്രിയ യൂണിറ്റുകളിൽ വ്യത്യാസം വന്നിട്ട് അത് മസിൽസിൽ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് കൈ മാറിപ്പോകുന്നത്. അപ്പോൾ അവിടെ അനന്താനന്ദാനന്ദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ആ പാരസ്പര്യം നമുക്ക് മനസ്സിലാകാത്തത് കാരണം റിസൾട്ടിനെ മാത്രമാണ് നമ്മൾ പറയുന്നത് ഫലം. ഫലം എന്ന് പറയുന്നത് ഒരു ഫലമല്ല. അത് ആർക്കാണോ ഏത് സമയത്താണോ അത് ആവശ്യമായിട്ടുള്ള അതിനെ അതത് യൂണിറ്റുകൾ അതതിൻ്റെ ഫലങ്ങളായിട്ടാണ് എടുക്കുന്നത്. മനസ്സിലാണ്ടോ? എൻ്റെ വിരല് സ്പർശിക്കുമ്പോൾ വിരലിലുള്ള ആ സബാറ്റോമിക് പാർട്ടിക്കിളിനുണ്ടാകുന്ന ഫലമല്ല ആറ്റത്തിന് ഫലമായിട്ട് തോന്നുന്നത്. അത് വേറൊരു രൂപത്തിൽ ആറ്റത്തിനുള്ളതല്ല മോളിക്യൂളിനുണ്ടാകുന്നത്. അത് കുറെ കൂടി എന്താണ്, ഒരു മരണം നടക്കുമ്പോൾ ഒരു വീട്ടിലൊരു മരണം നടന്ന വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ സന്നിഹിതരാകുന്ന ഓരോ വ്യക്തിക്കും അനുഭവപ്പെടുന്ന അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വികാരങ്ങളാണ്. അപ്പോൾ മരിച്ചു കഴിഞ്ഞ ഒരാൾ മരിച്ചു, അതിനെ കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന വികാരം ഒന്നാണോ? തീർച്ചയായിട്ടും അല്ല. ഒരാൾക്കുണ്ടാകുന്ന വികാരം മറ്റൊരാൾക്കുണ്ടാകാൻ പറ്റുകയില്ല. അത്രയധികം വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് പറയുന്നത് ദുഃഖം ഉണ്ടായി എന്ന് പറയാം. ദുഃഖം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് വരുന്നവനൊക്കെ കുറച്ചു നേരം അവിടെയൊക്കെ നിന്നിട്ട് ചിലരൊന്ന് കണ്ടു, ഒരു ചടങ്ങ് വെച്ചു, റീത്ത് വെച്ചു പോയി. വേറൊരാൾ കുറച്ചു നേരം കൂടിയൊക്കെ നിന്നു. വേറെ ചിലർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ദുഃഖങ്ങൾ ഇത്രയൊക്കെയാണെന്ന് കാണിക്കാനുള്ള വാചകങ്ങൾ പറഞ്ഞു. വാസ്തവത്തിൽ എത്രമാത്രം ദുഃഖം ഓരോരുത്തർക്കും ഉണ്ടായി എന്നൊന്നും പറയാൻ പറ്റുകയില്ല. എന്നുവെച്ചാൽ അതിൻ്റെ അളവ്, അതിൻ്റെ സ്വഭാവം, ഇതൊക്കെ അനുസരിച്ച് ഈ ഉണ്ടായ ദുഃഖത്തിന് വളരെയധികം വ്യത്യസ്തതകളുണ്ട്. സാമ്യം ഇല്ലാത്ത വിധത്തിലുള്ളതാണ്. പക്ഷേ ഇതിനെയെല്ലാം നമുക്ക് ദുഃഖം എന്ന് കാറ്റഗറൈസ് ചെയ്തേ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ എന്നേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടായ ദുഃഖമാണ് എന്ന് മനസ്സിലായി. അല്ലാതെ ഇത് ഒരാളുടെ മരണം കൊണ്ട് ദുഃഖമല്ല സുഖം ഉണ്ടാകണവരും കാണും ചിലപ്പോൾ വേറെ. അപ്പോൾ ആ ദുഃഖം മാറി സുഖത്തിലേക്ക് മാറിയ അതിൻ്റെ ഇടയ്ക്ക് എത്രയധികം വ്യത്യസ്തതകൾ അവിടെ വന്നു എന്നൊന്നും പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഓരോ യൂണിറ്റും അനുഭവിക്കുന്ന വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം. ആ മാറ്റത്തെ നമ്മൾ പേരിട്ട് വിളിക്കുന്നതാണ് വികാരങ്ങൾ. സുഖമെന്നും ദുഃഖമെന്നും പ്രധാനമായിട്ടും മാറ്റുന്നു. ആ സുഖങ്ങളെ തന്നെ നമ്മൾ വളരെയധികം ആഹാരം കഴിക്കുമ്പോഴുള്ള സുഖമല്ല നമ്മൾ സിനിമ കാണുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ഓരോ പ്രവൃത്തിയിലും ഉണ്ടാകുന്ന വികാര സുഖത്തിലുള്ളതിൽ തന്നെ അനന്ത വ്യത്യാസമുണ്ട്, ദുഃഖത്തിലുള്ളതിന് തന്നെ അനന്ത വ്യത്യാസമുണ്ട്. അതിനെയൊക്കെ കൂടെ ഗ്രൂപ്പ് തിരിച്ച് പ്രധാനമായിട്ട് മാറ്റിയാണ് നമ്മൾ ഓരോ വികാരങ്ങളെ നമ്മൾ പേര് കൊടുത്ത് പഠിപ്പിച്ചു വെക്കുന്നത്. അതുകൊണ്ട് അത് ഒരു ഗ്രൂപ്പാണ്. അതിനകത്തുണ്ടാകുന്നത് സുഖം ദുഃഖം എന്ന് ഇപ്പം പറഞ്ഞാൽ രണ്ടായിട്ട് പിരിഞ്ഞിട്ട് തന്നെ ആളുകൾക്ക് തമ്മിലുള്ള ആ അനുഭവത്തിൻ്റെ വ്യത്യാസം ഇപ്പോൾ ഇവിടെ മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതേപോലെ അനന്തമായിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞാൽ ഒരു വികാരം ഉണ്ടാവുള്ളൂ. അങ്ങനെ അനന്തമായിട്ടിരിക്കുമ്പോഴൊന്നും മനസ്സിലാകാത്തത് കാരണം വളരെ കുറച്ച എണ്ണത്തിലേക്ക് കൊണ്ടുവന്ന് പാക്കറ്റുകളായിട്ടാണ് ഓരോന്ന് നമ്മൾ പരസ്പരം കോംപ്രമൈസ് എന്നുള്ള നിലയ്ക്ക് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ അറിയുന്നത്, നമുക്ക് എന്താണ് ഒരാൾ അറിയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ അറിയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകും. നമ്മൾ സ്വയം നമ്മളുടെ ഇന്ദ്രിയഗോചരത്വത്തിലൂടെ ലഭിക്കുന്നത് ഒന്ന്, അത് മനസ്സിലേക്ക് കയറുന്നത് മറ്റൊന്ന്, ബുദ്ധി കൊണ്ട് അനലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ വേറൊന്ന്, അത് ഞാനെന്നുള്ളൊരു അഹങ്കാരം അതിനെ കാണുമ്പോൾ വേറൊന്ന്. ഇതിൻ്റെ എല്ലാം കൂടെയുള്ള ഒരു ചർച്ച നടത്തിയിട്ട് തീരുമാനിക്കുന്ന ഇത് ഇന്ന വിധത്തിൽ സ്വീകരിക്കണം എന്നുള്ളതാണ്
ഫലത്തിൽ നമ്മളുടെ അനുഭവമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണെന്നും പറഞ്ഞ് ആ ശരിക്ക് അവസാനത്തെ കോംപ്രമൈസിലെത്തിയത് ഓർഡറായിട്ട് വരുന്നത്. ഓർഡറായിട്ട് വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ സ്റ്റേജുകളിൽ കൂടി ഒക്കെ കടന്ന് വരുമ്പോൾ അതിന് വീണ്ടും വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ല ചിലപ്പോൾ അവിടെ വരുന്നത്. പിന്നെ ഫലത്തിൽ പുറത്തു വരുമ്പോഴുള്ള വ്യത്യാസങ്ങൾ വേറൊന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ആ പ്രവൃത്തി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ മാത്രമേ നമുക്കിവിടെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതാണ് കർമ്മത്തിൽ മാത്രമാണ് നമുക്ക് അധികാരമുള്ളത്. ഇതാണ് കർമ്മണി ഏവ അധികാരത്തെ അധികാര കർമ്മണി ഏവ കർമ്മണ്യ വാധികാരസ്തെ കർമ്മണി ഏവ തേ അധികാര. നിനക്ക് കർമ്മത്തിൽ മാത്രമാണ് അധികാരമുള്ളത്. അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റം വരുത്താൻ കഴിയുന്നത്. മാ ഫലേഷു, ഫലത്തിൽ നമുക്ക് നമ്മളുടെ കൺട്രോളിലല്ല ഫലം. എന്താണ്? നമ്മളുടെ കർമ്മം കഴിഞ്ഞിട്ട് ആ കർമ്മം ചെയ്തിട്ടതിൻ്റെ ഫലം വരുന്നതിൻ്റെ ഇടയ്ക്ക് അനന്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വേറെ യൂണിറ്റുകളിൽ കൂടി കടന്നു പോകുമ്പോഴുണ്ട്. ഒരു വെടിവെക്കുമ്പോൾ തന്നെ ഒരു ദൂരെ നിൽക്കുന്ന ഒരു ആളിനെ നമ്മളൊരു അമ്പെയ്യുന്നു എന്ന് വെച്ചു. അമ്പെയ്യുമ്പോൾ ഈ അമ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ടാർജറ്റ്, ഒരാളെന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കൊരു മാനസിക വിഷമം ഉണ്ടാകുന്നുണ്ട്. ഒരു ടാർജറ്റിലേക്ക് നമ്മൾ അമ്പെയ്യുന്നു. അമ്പ് കൃത്യമായിട്ട് നമ്മൾ ഉന്നം പിടിക്കുന്നതൊക്കെ ഒരുപോലെയാണ്. പക്ഷേ അത് പോകുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം അത് ഏത് ആംഗിളിലാണ് പോകുന്നത്, അതിന് എത്ര കണ്ട് നമ്മളുടെ ഭൂമിയുടെ ആകർഷണം അവിടെ ഉണ്ടാകും, കാറ്റ് എത്രയായിട്ടാണ് വന്നിരിക്കുന്നത്, മന്ദമായിട്ടുള്ള കാറ്റാണോ അതോ ഒരു മുറിക്കകത്താണോ, അപ്പോൾ കാറ്റുണ്ടാകുകയില്ല. അങ്ങനെ നമ്മളുടെ ഭയങ്കരമായിട്ടുള്ള കാറ്റുണ്ടാകില്ല. അപ്പോൾ ഇങ്ങനെ അറ്റ്മോസ്ഫിയറിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അപ്പോൾ നമ്മളുടെ ഭൂമിക്കുണ്ടാകുന്ന ആകർഷണത്തിൻ്റെ വ്യത്യാസം, അത് പകൽ ചൂടുള്ള സമയത്താണോ തണുപ്പുള്ള സമയത്താണോ, അപ്പോൾ ഇതിൻ്റെ ആ ഭൂമി ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഡെൻസിറ്റി വ്യത്യാസം മനസ്സിലാണ്ടോ? ചൂടുള്ള സമയത്താണെങ്കിൽ അറ്റ്മോസ്ഫിയറിന് ഉണ്ടാകുന്ന ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ട്. നല്ല തണുത്ത സമയത്താണെങ്കിൽ ഡെൻസിറ്റിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഈ അമ്പിൻ്റെ സ്പീഡിനെയും അതിൻ്റെ ഭൂമിയോടുള്ള ആകർഷണത്തെയും അതിന് എത്ര കണ്ട് ഇതിൽ വരാൻ പറ്റും, ഫ്രിക്ഷൻ ഉണ്ടാകണത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ളതൊക്കെ ബഹിരായിട്ട് പിന്നെയും പല പല ഘടകങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ ചെയ്യുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നതിൽ മാത്രമേ നമുക്ക് ഇത് ഇത്തിരി പൊക്കി പിടിച്ച് വിടണം. ഇത്തിരി ആ എയിം വരുമ്പോഴത്തേക്ക് ഇത്തിരി പൊക്കത്തിലേക്കുള്ള ആംഗിളിൽ വിട്ടാലേ ഇതിൻ്റെ ഭൂമിയുടെ ആകർഷണമൊക്കെ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഈ കാൽക്കുലേഷൻസ് ഇതിനൊക്കെ നമ്മൾ വിചാരിക്കാതെ പല ഘടകങ്ങൾ വന്ന് വ്യത്യാസം വരാം. അതുകൊണ്ടാണ് കർമ്മണ്യേവ അധികാരസ്ഥേ, നിനക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരം. മാ ഫലേഷു, ഫലം പല പല ഭാവങ്ങളുടെ ഒരു കോംപ്രമൈസായിട്ടാണ് വന്നത്. അതുകൊണ്ട് നീ അതിനകത്ത് നിനക്ക് യാതൊരു വിധത്തിലും അധികാരമില്ല മാറ്റം വരുത്താൻ. ഫലത്തിൽ മാറ്റം വരുത്താൻ നിനക്ക് പറ്റില്ല. അത് പല ഘടകങ്ങളെയാണ്. അതുകൊണ്ട് എന്താണ് നീ എന്ത് ചെയ്യണം? മാ കർമ്മഫലഹേതുർഭൂ, ഞാനാണ് ഇത് ചെയ്തതെന്ന് നീ വിചാരിക്കുകയേ ചെയ്യരുത്. എന്താ കാര്യം? നീ മാത്രമല്ല, നീ ഒരു എന്ത് ചെയ്താലും നീ ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലം മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഘടകം മാത്രമാണെന്ന് വിചാരിച്ച് നീ ചെയ്യാതെ മാ കർമ്മഫല ഹേതുർഭൂ, ഞാനാണിത് ചെയ്തത് എന്നൊരിക്കലും ധരിക്കരുത്. എന്നാലോ മാ തേ സങ്കൂസ്തു അകർമ്മണി, നീ എന്നാ എല്ലാരും കൂടി ചെയ്യില്ലേ, ഞാനെന്നാ ഇത്തരം ചെയ്തില്ലെങ്കിലൊന്നും ആരും അറിയാൻ പോണില്ല എന്ന് വിചാരിച്ച് എല്ലാരും കൂടെ ഗുരുവിന് പതിര് കൊടുത്തതുപോലെ ആകരുത്. നീ നിന്റെ കർമ്മം നിർബന്ധമായിട്ട് ചെയ്യണം. കുറേ ശിഷ്യന്മാർ ഗുരുവിന് പോകാൻ നേരത്ത്, പഠിത്തമൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് എല്ലാവരും ഒരു പറ നെല്ലാണ് കൊടുക്കുന്നത്. അപ്പം ഞാനൊരാൾ ഇതിനകത്ത് കുറച്ച് പതിര് മാത്രം ഇട്ടുകൊണ്ടൊന്നും ആരും അറിയാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് ഇവരെല്ലാവരും ഗുരുദക്ഷിണയൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ ഗുരുവിന് ഒരു കൂന പതിര് കിട്ടി എന്നുള്ളൊരു കഥയുണ്ട്. അതുപോലെ ആകരുത്. നമ്മളെല്ലാവരും അവരവരുടെ
കർമ്മങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ സമയം വളരെ അതിക്രമിച്ചതുകൊണ്ട് ഇന്നിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരവും. നമഃശിവായ, നമഃശിവായ.